ചിങ്ങപ്പുലരിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇപ്പോൾ ഓണത്തിനെ വരവേൽക്കാനായിട്ട് എല്ലാവരും തയ്യാറെടുക്കുവാണല്ലേ. അപ്പം എല്ലായിടത്തും പൂക്കളങ്ങളൊക്കെ ഇട്ടു. ഞാനിട്ടില്ല കേട്ടോ. നമുക്കിപ്പോൾ തിരക്കല്ലേ, കല്യാണം വിളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് തിരക്ക് നേലത്ത് നിൽക്കാനായിട്ട് ഒട്ടും സമയം തന്നെ കിട്ടുന്നില്ല കേട്ടോ. എങ്കിലും ശരിക്കും ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ എല്ലാ ദിവസത്തിനും കൂടെ പൂവിടുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈ വർഷം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പം എല്ലാവരും ഇന്ന് അമ്പലത്തിലൊക്കെ പോയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ രാവിലെ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. 5:30 മണിയായപ്പോൾ എഴുന്നേറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വളരെ പ്രയോജനമുള്ളൊരു വീഡിയോ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു വീട് അല്ലെങ്കിൽ വലിയ വീട് ഏതെങ്കിലും ആയിക്കോട്ടെ, അത് സ്വർഗ്ഗമാക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് അവരെ എന്താ പറയേണ്ടത്, നമ്മൾ അവരോട് എങ്ങനെ പെരുമാറിക്കഴിഞ്ഞാലാണ് നമ്മുടെ വീടൊരു സ്വർഗമായി മാറുന്നേ എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെറൈറ്റി വീഡിയോ ആണ്, എല്ലാവരും കാണണം കേട്ടോ. വളരെ രസകരമായ വീഡിയോ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനാണോ എൻ്റെ ഭർത്താവിനോട് പെരുമാറിയത്, അല്ലെങ്കിൽ ഞാൻ നല്ലതായിട്ടാണോ പെരുമാറിയത്, അതോ ഞാൻ നല്ലൊരു ഭാര്യ ആണോ, അതോ ഞാൻ എപ്പോഴും ഒരു വഴക്കാളി ഭാര്യ ആണോ എന്നൊക്കെ നിങ്ങൾക്കിത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനോട് പെരുമാറുന്നതെന്ന്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ, ഇപ്പം ബിസിനസ്സിൽ നഷ്ടം വന്നതായിക്കോട്ടെ, ഇപ്പം നമ്മുടെ ഭർത്താവ് ആർക്കെങ്കിലും കടം കൊടുത്തതായിക്കോട്ടെ, ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ, അതെല്ലാം കൊടുത്തു കഴിഞ്ഞു. സപ്പോസ് കടം കൊടുത്തു കഴിഞ്ഞിട്ട് അത് തിരിച്ചു കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തു, ആ ബിസിനസ്സിൽ നഷ്ടങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ അവര് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു സൈഡിലോട്ട് മാറിയിരുന്നിട്ട് ഈ ഇരിപ്പായിരിക്കും, ഈ ആലോചന ആയിരിക്കും ഈ ആലോചന. കാരണം ഇവർക്ക് ഒന്നുകിൽ കടം കൊടുത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച്, പലർക്കും പല കാര്യങ്ങളാണല്ലോ, ഇല്ലെങ്കിൽ ബിസിനസ്സിൽ നഷ്ടം വന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളുടെ അങ്ങോട്ടുള്ള രംഗപ്രവേശം. നമ്മൾ ചെന്നിട്ട് ചോദിക്കും, എന്തുവാ മനുഷ്യ ഇത്, എന്താണ് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്, എന്തുവാ കാര്യം? അതും ഒരു സമാധാനത്തോടെയൊന്നുമല്ല ചോദിക്കുന്നത്. എന്താ നിങ്ങളുടെ പ്രശ്നം, എന്തുവാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മളോട് പറയും, ചിലവര് പറയും ഒന്നുമില്ല എന്ന് പറയും, ചിലവര് പറയും അതിങ്ങനെ നമ്മളെ ബിസിനസ് ചെയ്തില്ലേ, അതിനകത്ത് കുറെ പൈസയൊക്കെ നഷ്ടമായി എന്നൊക്കെ അവര് ഭയങ്കര ഇതായിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വാളെടുത്ത് നിൽക്കുവാണ്. അപ്പൊ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും, അന്നേ നിങ്ങളോട് പറഞ്ഞല്ലേ മനുഷ്യ, ഞാന് ഇതിനൊന്നും പോകണ്ട, ഇറങ്ങിത്തിരിക്കണ്ട, കടം കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്തിനാ കൊടുത്തേ? അപ്പൊ കൊടുത്തു കഴിഞ്ഞു, അനുഭവിച്ചു വരട്ടെ, എന്തും വരട്ടെ എന്നും പറഞ്ഞ് നമ്മളുടെ ഒരു ഇറിറ്റേറ്റ് ചെയ്ത്, അവരെ ഇറിറ്റേറ്റ് ചെയ്ത് അവർക്കൊരു സമാധാനവും കൊടുക്കുകയല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകൾ എന്താ ചെയ്യുന്നത്, ഒരു സമാധാനം തരത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി ഒറ്റ പോക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യമുള്ളവരൊക്കെ ആണെങ്കിൽ അവളവിടെ കിടന്നിരിക്കട്ടെ, ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ അപ്പം നമ്മുടെ വേറൊരു ടെൻഷൻ, ഈ മനുഷ്യനെ ഇവിടെ പോയിരിക്കുമോ, എത്രയായി അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, അവര് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്, സാരമില്ല, ബിസിനസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടാകും, കടം കൊടുത്തു, സാരമില്ല, പോട്ടെ, നമുക്കതൊക്കെ പരിഹരിക്കാം, അതൊക്കെ നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ അതിനകത്ത് ഉണ്ടാക്കാം. ബിസിനസ് നഷ്ടം വന്നോ, അത് പോട്ടെ, നമുക്ക് രണ്ടാമത് എന്തെങ്കിലും തുടങ്ങി നോക്കാം, അതെന്തായാലും വിജയിക്കാതിരിക്കത്തില്ല. ഈ രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനം കൊടുക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ടറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് നമ്മൾ അവരെ ഇങ്ങനെ ചാടി തുള്ളി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം കൂടത്തേ ഉള്ളൂ, ടെൻഷൻ കൂടും. നമ്മളും കൂടി ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് ടെൻഷൻ കൂടും. നമ്മൾ അവരുടെ പാതിയാന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ അവർക്ക് സൗര്യവും സമാധാനവും കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. പിന്നെ ഒരു കാര്യമാണ്, നമുക്ക്
കുറേ തിരക്ക്. നമുക്ക് തിരക്കില്ലാത്ത സമയങ്ങളില്ല, നമുക്ക് ഏതു നേരവും തിരക്കാണ്. അപ്പൊ ഈ തിരക്കുള്ളവര് എന്താ ചെയ്യുന്നതെന്നറിയാവോ? നമ്മള് ഇവർക്ക് ആഹാരം എടുത്തു വെച്ച് കൊടുക്കും. ഇവര് ഓഫീസിൽ പോയിട്ട് വന്നിട്ട് ഇരിക്കുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ സൺഡേ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ആഹാരം തരട്ടെ എന്നൊക്കെ ചോദിക്കും. ആ തരാൻ പറഞ്ഞു നമ്മൾ കൊടുക്കും. കൊടുത്തിട്ട് ചിലവർ കാണിക്കുന്ന എല്ലാവരും അല്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല നമ്മൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ദേഷ്യമൊക്കെ വരുമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും നമ്മളത് ഡീല് ചെയ്യാനായിട്ട് പഠിക്കണം ശരിക്കും നമ്മൾ ഭാര്യമാര്. അപ്പം അത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഹാരം കൊടുത്തിട്ട് ചിലവർ എന്ത് ചെയ്യുന്നറിയാം, നമുക്ക് തിരക്കുകളുണ്ട്, കാര്യങ്ങളുണ്ട്, ആയിക്കോട്ടെ, കുഴപ്പമില്ല, എങ്കിലും നമ്മൾ അവർക്ക് ആഹാരം കൊടുത്തിട്ട് ആ ആഹാരം കഴിക്കുന്നിടം വരെ അവരുടെ അടുത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മളും കൂടെ അവരുടെ കൂടെ ഇരുന്ന് ഒന്നിച്ച് കഴിക്കുക. ഇത് ആഹാരം വിളമ്പി വെച്ചിട്ട് നമ്മൾ വേറെ വഴിക്ക് പോകും. അപ്പൊ ഈ പാവങ്ങളെ ഇവിടെ ഒറ്റയ്ക്ക് കുത്തിയിരുന്ന് കഴിക്കുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് ഇതുപോലെ ആ കഴിക്കുന്ന സമയം, അത്രയും സമയമല്ലേ ഉള്ളൂ, നമുക്ക് അത്രയും സമയം അവരുടെ കൂടെ ഒന്നും ഇരിക്കാൻ പറ്റില്ലേ? ഇല്ലേ? ശരിക്കും ഇല്ലെങ്കിൽ നമ്മളിപ്പോ എല്ലാരും കൂടി ഇരുന്നല്ലേ ആഹാരം കഴിക്കുന്നത്. അങ്ങനെയുള്ളടുത്ത പ്രശ്നമില്ല. ചിലവരിങ്ങനെ ഇവർക്ക് തന്നെ ആഹാരം വിളമ്പി വെച്ചിട്ട് ഇവര് ഒറ്റ പോക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം സ്ത്രീ ജനങ്ങളോട് എനിക്ക് പറയാൻ, ഇപ്പൊ ഇത് കേട്ടിട്ട് എന്നെ തല്ലാൻ വരുന്ന കുറെ ആൾക്കാർ കാണും. പക്ഷെ ഞാന് നമ്മുടെ വീട് ഒരു സ്വർഗമായി മാറ്റണമെങ്കിൽ നമ്മൾ അവരോട് നല്ല ചേർന്ന് നല്ല ഫ്രണ്ട്സായിട്ട് കൂട്ടായിട്ട് എല്ലാം അങ്ങനെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീട് സ്വർഗമായിട്ട് പോകത്തുള്ളൂ. ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ എൻ്റെ കാര്യം വെച്ച് പറയുവാണ്. നമുക്കിപ്പോൾ ആഹാരം വിളമ്പി കൊടുത്താലും ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടെ കഴിക്കുന്നത്. ഇപ്പൊ പിള്ളേരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ആഹാരം വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് മാറിപ്പോകാറില്ല. അത് ശരിയായ ഒരു കാര്യമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്നെ തല്ലാൻ വരും, പിന്നെ 100 കൂട്ടം ജോലി ഉള്ളപ്പോഴാണ് ഇത് വെച്ച് വിളമ്പി അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ എനിക്ക് അത് ചെയ്യണേ, എനിക്കിത് ചെയ്യണം, അപ്പോഴാണ് അങ്ങേറെ കൂട്ടത്തിരിക്കുക. ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ കടന്നു കൂടുകയും ചെയ്യരുത്. എന്നെ ആരും തല്ലാനും വരണ്ട. ഇതൊക്കെ പൊതുവായ ഒരു കാര്യം. നമ്മുടെ വീട് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ സ്ത്രീകളാണ്, അല്ലെ? സ്ത്രീകള് വീടിന്റെ വിളക്കാന്നൊക്കെ പറയത്തില്ലേ? ഇത് ചില ആണുങ്ങൾ നമുക്ക് അംഗീകരിച്ച് തരത്തില്ല. എന്നാലും അംഗീകരിച്ച് തന്നില്ലേലും ഇവര് നമ്മളെ കേൾക്കാതെ ഇവരിത് അംഗീകരിക്കും. പക്ഷെ മിക്സർ അംഗീകരിക്കുന്നവര് ഇഷ്ടമാതിരി ഉണ്ട്. എന്റെ രവിചേട്ടൻ അംഗീകരിക്കുന്ന ഒരാളാണ് കേട്ടോ. എന്തുമാത്രം ജോലിയുണ്ട്, അങ്ങനെ ഇങ്ങനെയാണ്, നിങ്ങളെയൊക്കെ സമ്മതിച്ചു തരണമെന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വല്ല ഫംഗ്ഷനോ എന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാവരുമായിട്ടും കൂടുമ്പോഴത്തേക്കും പരസ്പരം ചോദിക്കും, അല്ലേ? സഹായിക്കാറുണ്ടോ, നിന്റെ കെട്ടിയവൻ നിന്നെ സഹായിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളവിടെ ചിലപ്പോൾ അവരവിടെ ഇരിപ്പുണ്ടായിരിക്കും. നമ്മുടെ ഭർത്താവ് നമ്മുടെ അടുത്ത് തന്നെ ഇപ്പം നമ്മൾ പറയുന്നത്, ഓ ഒരു വകയെ അറിയത്തില്ലെന്ന്, പിന്നെ ഞാനങ്ങ് ചെയ്തു പോകുക, എല്ലാ ജോലിയും ഞാനങ്ങ് ചെയ്തു പോവുക, ഒരു വക അറിയത്തില്ല എന്ന് പറയും. അപ്പൊ ഇത് ഇവരുടെ മുമ്പിൽ വെച്ചായിരിക്കും പറയുന്നത്. അപ്പൊ ഇവർക്ക് കേൾക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് ചെയ്ത് തരുന്ന ജോലി പോലും ഇവർക്ക് ചെയ്ത് തരാനായിട്ട് തോന്നില്ല ഈ വർത്താനം കേട്ട് കഴിഞ്ഞാൽ. പിന്നെ ചിലവർക്ക് പാചകങ്ങൾ തീരെ അറിയില്ലാത്തവരായിരിക്കാം. പിന്നെ ചിലവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ലായിരിക്കും. അവര് ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അതിന് നമ്മൾ അവരെ കുറ്റം പറയുവല്ല ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോളേ നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഇപ്പൊ പാചകം, എൻ്റെ രവിചേട്ടന് പാചകം വലിയ വശമില്ല കേട്ടോ. എന്നാലും അത് വശമില്ലെന്നേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാ ജോലികളും ഇവിടെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പറയും ചെയ്യണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. അത് ഒരാൾ തന്നെ ചെയ്യുമ്പോഴാണ് ഈ പണി കൂടുന്നതെന്നും പറഞ്ഞിട്ട്, എനിക്ക് തുണിയുടെ കാര്യം, എനിക്ക് കാല് വയ്യാതെ വന്നത് പിന്നെയാണ്. മറ്റേത് ഞാൻ തന്നെ എല്ലാം ചെയ്യത്തുള്ളായിരുന്നു കേട്ടോ. എനിക്കതാ ഇഷ്ടം. എനിക്ക് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എല്ലാവരും അങ്ങനെ ആകണം എന്നില്ല കേട്ടോ. ചിലവരങ്ങനല്ല. ചിലവർ ഭർത്താക്കന്മാരെ ഇട്ടിങ്ങനെ പണി എടുപ്പിച്ചോണ്ടിരിക്കും. അതുങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴത്തേക്കും അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും എന്നും പറഞ്ഞു വരും. പക്ഷെ എനിക്കത് താല്പര്യമില്ലാത്ത കാര്യം. എനിക്ക് കാല് വയ്യാതായപ്പോൾ എനിക്ക് അപ്പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മെഷീനകത്ത് തുണി ഇട്ടിട്ട് അതെല്ലാം വിരിച്ചും ഉണക്കി ഒക്കെ തരും കേട്ടോ. എനിക്കൊരു ഭയങ്കര എന്താ പറയുന്ന ഉപകാരമായ ഒരു ജോലിയാണ്. വലിയൊരു ജോലി കഴിഞ്ഞ മട്ടാണ് എനിക്കത് ചെയ്യുമ്പോഴത്തേക്കും കേട്ടോ. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം, ഇപ്പം അവർക്ക് അടുക്കള പാചകം അറിയത്തില്ലെങ്കിൽ അവർ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറയുക,
അയ്യോ ഇത് ചെയ്തു തന്നല്ലോ, വലിയ ഉപകാരം കേട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഞാനും അത് ഇനി ഞാൻ ചെയ്യണ്ടേ എന്നൊക്കെയുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അവർക്ക് പിറ്റേ ദിവസവും നമുക്ക് ഇതൊക്കെ ചെയ്തു തരാനുള്ള ഒരു ഈ പ്രവണത ഉണ്ടാകും. അല്ലാണ്ട് ചുമ്മാ നമ്മൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും സാധിക്കാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭാര്യമാരുണ്ട് വലിയ ആജ്ഞാപനാണ്. നിങ്ങൾ അതൊന്ന് പോയി ചെയ്തേ, അല്ലെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് വന്നേ, അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പയിലിരിക്കുന്നതെന്ന് നോക്കിക്കേ, ഇങ്ങനെ 100 കൂട്ടാ അത് ചെയ്തേ, അല്ലെങ്കിൽ കടയിൽ പോയിട്ട് വന്നേ, എന്തെന്നാ ഇത്ര നേരമായിട്ട് കുത്തിയിരിക്കുന്നത്, ഒന്ന് പോയേ, എന്തോ ഇത്. ഇങ്ങനെയുള്ള സംസാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. പകരം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വെളിയിൽ പോയി സാധനം ആ സാധനം ഒന്ന് വാങ്ങിച്ചുകൊണ്ട് തരാമോ, അല്ലെങ്കിൽ ആ അടുപ്പയിലിരിക്കുന്ന മെഴുക്കുവരട്ടി ഒന്ന് ഇളക്കുവോന്നേ, ഞാനിത് ഇവിടെ ഇത് ചെയ്യുവാണല്ലോ, ഒന്ന് ഇളക്കുവോ അത്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മര്യാദയുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞപ്പം നമ്മള് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എല്ലാരും പറയുന്നതാണ്, എല്ലാരും പറഞ്ഞതല്ല, രണ്ടുപേരും കൂടെ എല്ലാ ജോലിയും ചെയ്തു കഴിഞ്ഞാലേ അങ്ങോട്ട് ശരിയാകത്തുള്ളതാണ് എല്ലാവരും. പക്ഷെ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ ഇപ്പം വരെ എത്തിയത് നമ്മൾ ഇവരെ ഇട്ട് ചെയ്യിച്ചിട്ടായിരുന്നോ ജോലി? നമ്മൾ ഭർത്താവിനെ ഇട്ട് ജോലി ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ നിലയിലെത്തിയത്? അല്ല, നമ്മളെല്ലാം അത് മാനേജ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ സ്ത്രീകൾ പഠിക്കണം. അല്ലാണ്ട് അവര് വന്നിട്ടേ ഞാനത് ചെയ്യൂ, ഇവര് വന്നിട്ടേ ഇത് ചെയ്യൂ എന്നുള്ള ആ തെറ്റായ രീതി നമ്മൾ സ്ത്രീകളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. ഇപ്പോഴത്തെ സ്റ്റൈലാ പറഞ്ഞ, നമ്മുടെ സമയത്തെ സ്റ്റൈലല്ല പറഞ്ഞേ. ഇപ്പൊ അങ്ങോട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞ ഉടനെ എല്ലാ പിള്ളേരുടെ കാര്യം ഞാൻ പറയുന്നത്, അവർക്ക് രണ്ടുപേരും കൂടെ ചെയ്താലേ അങ്ങ് ശരി. അതിനോട് ഞാൻ ഒട്ടും യോജിക്കത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് അത്രയ്ക്ക് വയ്യെങ്കിൽ അവർ സഹായിച്ചോട്ടെ, അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് മൊത്തം അവരുടെ തലയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയല്ലല്ലോ. പാവങ്ങൾ നേരം വെളുത്ത് ജോലിക്ക് പോയിട്ട് തിരിച്ചവർ വീട്ടിലെത്തുന്ന ഒരു സമയത്തായിരിക്കും. വന്നു കഴിയുമ്പോഴത്തേക്കും അത് ചെയ്യ്, ഇത് ചെയ്യുക, അല്ലെങ്കിൽ കൊച്ചിനെ പിടി, അത് ചെയ്യുന്ന പറയുന്നതിനോട് ഞാൻ യോജിക്കത്തില്ല. കാര്യം എന്നാ, നിങ്ങൾ എന്നെ തല്ലാൻ വന്നാലും ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കത്തുള്ളൂ. പിന്നെ നമുക്ക് സഹായിക്കാം. അവർ നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പം നമുക്കൊരു വയ്യാഴിക വന്ന് നമ്മളെ സഹായിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും സമയമില്ല, അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്ലാണ്ട് മൊത്തവും കാര്യങ്ങളും ആൺപിള്ളേരുടെ തലയിലോട്ട്, ഭർത്താവിൻ്റെ തലയിലോട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് എല്ലാത്തിനും അവരെ നമ്മളെ സ്നേഹമായ രീതിയിൽ നമ്മൾ കൊണ്ടുപോകാൻ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഭർത്താവില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ നമുക്ക് യാതൊരു വിലയില്ല. അപ്പം നമ്മൾ സ്ത്രീകൾ അത് മനസ്സിലാക്കി പോകുക. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്കുള്ള ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അത് ശരിയായില്ലെങ്കിൽ നമ്മൾ ഉടനെ പറയുന്നത് എന്തുവാ, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം മനുഷ്യ, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ, എന്തെന്ന് ഈ കാണിക്കുന്നേ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. ഞാൻ പറയുവാണ്, അങ്ങനെയൊന്നും നിങ്ങൾ പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവരുടെ കൂടെ നല്ല സ്നേഹമായിട്ട് പെരുമാറി പോകുക. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീട് നല്ല സ്വർഗമായിട്ട്, നമ്മുടെ വീട് സ്വർഗമായിട്ടിരിക്കും. നമ്മുടെ പെരുമാറ്റം അനുസരിച്ച് ആയിരിക്കും. പിന്നെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട്, ഇല്ലെന്നൊന്നും പറയാറില്ല. ഈ പറയുന്ന എനിക്കും വരാറുണ്ട്. പക്ഷേ അപ്പം ദേഷ്യം വന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഞാനൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറയും, ഓ അതൊന്നും സാറില്ല, അറിയാതെ പറഞ്ഞതായിട്ടോ, പോട്ടെ, എനിക്ക് രഘുചേട്ടനും ഞാനും മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനൊന്നും പറയാനായിട്ട് പാടില്ല. ദേഷ്യം വരുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പറയുന്ന നമ്മളൊന്ന് ജസ്റ്റ് പോയി പറഞ്ഞു നോക്കിക്കേ, ഈ പറഞ്ഞതൊക്കെ നമ്മളാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ആ സ്നേഹം. അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിന് ഇങ്ങനെയൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ. ചിലവരങ്ങനല്ല, വഴക്കിട്ട് കഴിഞ്ഞാൽ അത് വലിയ വഴക്കിലേക്ക് കലഹിക്കുന്നിടം വരെ ഇരിക്കും. അപ്പം സ്ത്രീജനങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഭർത്താവാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ അതുകൊണ്ട് അവരോട് വഴക്കിടാതെ നല്ല രീതിയിൽ നമ്മുടെ കുടുംബം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞതിനോട് യോജിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറഞ്ഞതാണ്. അപ്പം ഇതിനകത്ത് നെഗറ്റീവ് വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ ഞാൻ പറയും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പണ്ടൊക്കെ നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്യും. ഇപ്പൊ രണ്ടുപേരൂടെ ചെയ്താലേ എല്ലാം ശരിയാത്തുള്ളൂ. എനിക്കതിനകത്ത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഈ ഭർത്താവിനെ, ഈ ആണുങ്ങളെ ഇട്ട് ഒരുപാട് മടപ്പിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ എന്നെ തല്ലാൻ വന്നാലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയും. നമ്മൾ സ്ത്രീകൾ, നമുക്ക് ജോലി ചെയ്യണം. പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നിച്ച് എഴുന്നേറ്റ് ചെയ്തു പിടിച്ചു അങ്ങനെയാണ്. എങ്കിലും അവരെ കൊണ്ട് കൂടുതൽ ചെയ്യിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. നമ്മൾ കൂടുതൽ ചെയ്യുക, അല്ലെ? നമ്മൾ ചെന്ന് ജോലി ചെയ്യണം. അല്ലാണ്ട് ഈ ഒരു തുണി വിരിക്കുന്നു, അത് രണ്ടും കൂടെ, അല്ലെങ്കിൽ ഒരു ആഹാരം ഉണ്ടാക്കുന്നു രണ്ടുപേരൂടെ, അതൊക്കെ എന്തുവാ? നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്.
എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഞാൻ അങ്ങ് ചെയ്യും. അല്ലാണ്ട് എനിക്ക് അവര് വന്ന് ചെയ്യട്ടെ ഇവര് വന്ന് ചെയ്യട്ടെ എന്നൊന്നും എനിക്ക് അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. എൻ്റെ ജോലി ഞാൻ തന്നെ എപ്പോഴും ചെയ്തിരിക്കും. അതിലെനിക്ക് 100% ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് എൻ്റെ വിചാരം. ഞാൻ എന്നെ തന്നെ പൊക്കി പറയല്ല ചെയ്യുന്ന കേട്ടോ. അപ്പം ഞാനിതെല്ലാം കേട്ടിട്ട് ഞാനിതെല്ലാം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഞാൻ എന്നിട്ട് ചേട്ടനോട് ചോദിച്ചു, അപ്പം ഞാൻ നല്ലൊരു ഭാര്യയായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 100% ശരിയാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നമുക്ക് ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ദേഷ്യം തീർന്നു കഴിയുമ്പോൾ ഉടനെ പോയി എന്താ പറയണ്ടേ, അതെനിക്ക് ഭയങ്കര ദേഷ്യം വരുമ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞു പോയതായിട്ടോ. അപ്പം നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചത് അലിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വഴക്കൊക്കെ അലിഞ്ഞ് പോകും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും തന്നെ ആരും വഴക്കിട്ടൊന്നും പിണങ്ങിയിരിക്കരുത്. ജീവിതം കുറച്ച് നാളേ ഉള്ളൂ. എപ്പോഴാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്ന നിമിഷത്തിലാണ് നമ്മളൊക്കെ ഓരോരുത്തരും തളർന്നു വീണ് ചത്തൊക്കെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ വഴക്കിടും ഇടത്തില്ലെന്നല്ല പറഞ്ഞത്. അതൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ സോൾവ് ആക്കിയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.